എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാർവതി. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് പോപ്പുലർ ഫിലിമായ ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് സാറാണ്. സർ ഹൈ. സർ ഇപ്പോൾ ഡെബ്യൂ ഫിലിമാണ്. ഇപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമാണ്. എന്താ പറയുക, നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയെന്നല്ലോ, അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയെന്നല്ലോ. അപ്പോൾ ശ്രമങ്ങളുടെ ഒരു ഫലമായിട്ടാണ് അപ്പോൾ ഇത്രയും നല്ല റെസ്പോൺസ്, ഫസ്റ്റ് ഫിലിമിന് ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഹൗ ഡു യു ഫീൽ? ഭയങ്കര സന്തോഷം. ആളുകൾ ഭയങ്കര, നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിങ് ചെയ്യാമെന്ന് മാത്രമേ നമ്മളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിവിടെ സ്ക്രീൻ ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് ആളുകൾ അതിനെ കണ്ട് അതിൻ്റെ എല്ലാ എലമെൻസും അവർ എൻജോയ് ചെയ്യുന്നു. എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയുന്നു. ഒരു ആദ്യത്തെ ഒരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ ഭയങ്കര ഒരു പ്രൗഡും ഒപ്പം തന്നെ അതിൻ്റെ ഒരു നമ്മളിത്രയും വന്ന വഴികളിലെ ഒരു റിസൾട്ടായിട്ട് കൂടി അതിനെ കാണാം. സർ, നെഗറ്റീവ്സ് എന്തെങ്കിലും ഇങ്ങനെ വരുവാണെങ്കിൽ അപ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ? ഇതൊരു നെഗറ്റീവ്സ് വന്നില്ല. ഇത് ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ നെഗറ്റീവ്സ് വന്നില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഫെമിനിച്ചി എന്ന് കളിയാക്കുന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത്. പക്ഷേ ഞാൻ അന്ന് ഫെമിനിച്ചി എന്ന വാക്ക് ഉപയോഗിച്ചത് ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം മറ്റുള്ളവർ ഇപ്പം ഒരാളെ ഫെമിനിച്ചി എന്ന് വിളിക്കാൻ കാരണം ചിലപ്പോൾ അവൾ ചിലപ്പോൾ എന്തെങ്കിലും സമൂഹത്തിൽ ഉയർന്ന ചിന്താഗതി അല്ലെങ്കിൽ ഉയർന്ന പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ആളുകൾ കളിയാക്കിയിട്ട് സ്വാഭാവികമായിട്ടും അവൾ ഫെമിനിച്ചി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവർ അവിടെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രൗഡ് സാധനം തന്നെ ഫെമിനിച്ചി എന്നുള്ള വാക്ക്. പിന്നെ അതിനെ താഴ്ത്തിക്കെട്ട, പക്ഷേ ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പടം കണ്ടിട്ടും ഒരാളും എന്തുകൊണ്ട് ആ ടൈറ്റിലിട്ട് ഞാനൊരു എടുത്ത് കണ്ട് ഈ പടത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളതാണ്. ആ വാക്ക് പ്രൗഡായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ആ വാക്ക് ഇതുപോലെ അങ്ങനെ കളിയാക്കാൻ ഉപയോഗിക്കപ്പെടാതിരിക്കട്ടെ, ഇതുപോലെ പോസിറ്റീവായിട്ട് പറയട്ടെ. മറ്റുള്ളവർക്ക് ഞാൻ ഫെമിനിച്ചിയാണ് എന്ന് പറയാൻ ധൈര്യം കൊടുക്കട്ടെ എൻ്റെ പടം കണ്ടിട്ടെന്നുള്ളതൊക്കെ. സോ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, പല കമ്മ്യൂണിറ്റീസിൽ ഇതേപോലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ഇതേപോലെ പണ്ടത്തെ ആചാരങ്ങളിലൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളവരുണ്ട്. അപ്പോൾ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയുന്നത് ആചാരങ്ങൾ ഒരു മതം എന്നുള്ളതിൻ്റെ അപ്പുറം മതം എന്ത് ഫോളോ ചെയ്യണമെങ്കിൽ അതിൽ അപ്ഡേഷൻ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിഭാഗത്തെ കുറ്റം പറയല്ല, അത് എല്ലാ വിഭാഗത്തിലും കാലത്തിനനുസൃതമായ അപ്ഡേഷനുകൾ നടക്കണം. അല്ലെങ്കിൽ നമ്മളെ പഴയ ഇത് വെച്ചിട്ട് അതിലും ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് നടക്കണ പരിപാടിയല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ വശങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ നെക്സ്റ്റ് പ്രോജക്ട്സിനടുത്ത് ഇൻഷാ അല്ലാഹ് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ ടൈം.